ഹലോ ഹായ് കൂട്ടുകാരെ, നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ അടുത്ത ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മള് സെൽമ ലെഗ്രോഫിന്റെ അല്ലെ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? സെൽമ ലെഗ്രോഫ് ബാങ്കഡ് സ്പീച്ച് പേസ് ഹോമേജ് ടു ദോസ് ഹു ഹെൽപ്ഡ് ഹെർ അലോങ് ദി ജേർണി ഓഫ് ലൈഫ്. അവളുടെ ജീവിതത്തിൽ അവളെ സഹായിച്ച അതൊക്കെ പറഞ്ഞു. അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നമ്മളുള്ള പാഠം പഠിച്ചു. നൗ ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് സീ ഹൗ സ്പെഷ്യൽ എവറി മൊമെന്റ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഓരോ നിമിഷവും എത്ര സ്പെഷ്യൽ ആണ് എന്ന് പറയുന്ന ഒരു പോയമാണ് ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളതിന്റെ പോയം ഫുള്ള് വായിച്ച് അതിന്റെ അർത്ഥങ്ങളും ന്യൂ വേർഡ്സും എല്ലാം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ചതിന് കൂടെ കേട്ടു പോവുക. ഇങ്ങനെ കേട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റും. ധാരാളം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു പോയമാണിത് ഈ ചാപ്റ്ററിൽ അല്ലേ. നോക്കാം. എന്താണ് അതിന്റെ പേര്? നത്തിങ് ടോയ്സ്. എഴുതിട്ടത് സിംബോർസ്ക അല്ലെ. അവരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവരെ കുറിച്ച് പറയുന്നത് എന്നത്. ഓഥറെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. അബൌട്ട് ഓഥർ എന്ന് വായിക്കും. Maria Wilczynska Szymborska, the renowned Polish poet and essayist, is known for her profound and thought-provoking works. അവരായിരുന്നു? പോളിഷ് എഴുത്തുകാരിയായിരുന്നു അല്ലെ. പോയറ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു. ഒരു വെൽ നോൺ എന്തായിരുന്നു അവരുടെ അറിയപ്പെട്ടിരുന്ന എന്തൊക്കെയാണ് അവരുടെ വർക്കുകൾ. ഈ പറഞ്ഞ എസ്സേകളും അല്ലെങ്കിൽ പോയം ഒക്കെ എഴുതിയിട്ട് അവര് നല്ലപോലെ അറിയപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. She was born in Poland, Western Poland on 2 July 1923. ജൂലൈ 2, 1923 വെസ്റ്റേൺ പോളണ്ടിലുള്ള പ്രൊവെന്റ് അല്ലെ സ്ഥലത്തിന്റെ പേരാണ്. അവിടെയാണ് അവര് ജനിച്ചിട്ടുള്ളത്. Her poetry is celebrated for its intellectual depth, width and precision. Some of most notable works include Calling Out to Yeti, Salt, No End of Fun, People on a Bridge, etc. വർക്കുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെയാന്ന് പറഞ്ഞല്ലേ. പോയിട്രി സെലിബ്രേറ്റ് ഫോർ ഇന്റലക്ച്വൽ ഡെപ്ത്, നല്ല നന്നായി ബുദ്ധിപരമായിട്ടും കൂടി അല്ലെ നല്ല ചിന്തകളും ഒക്കെ ഉള്ള, അത് വെറുതെ എന്തെങ്കിലും പോകുന്നേക്കാളും നല്ല രീതിയിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. ആ ഒരു വർക്കുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ she was awarded the Nobel Prize for Literature for her outstanding contributions to world literature in 1996. 1996 അവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം വളരെ വെൽ നോൺ ആയിട്ടുള്ള എഴുത്തുകാരുടെ പാഠങ്ങളാണ് നമ്മൾ എല്ലാ പാഠവും കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇവർക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓരോരോ സ്റ്റാൻസ് ആയിട്ട് വായിച്ചു നോക്കാം. 4 വരികൾ വീതമുള്ള സ്റ്റാൻസാസ് ആണ് ഇതിലുള്ളത് അല്ലെ. ഓക്കെ. Nothing can ever happen twice. In consequences, the sorry fact is that we arrive here improvised and leave without the chance to practice. Okay. Nothing can ever happen twice എന്നാണ്. Nothing ഒന്നും തന്നെ രണ്ട് പ്രാവശ്യം twice എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം സംഭവിക്കില്ല. ഒരു കാര്യവും 2 പ്രാവശ്യം സംഭവിക്കില്ല. Nothing can ever happen twice. In consequence എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു as a result, ഒരു പരിണിത ഫലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. as a result, അതിന്റെ റിസൾട്ട്, അതിന്റെ പരിണിത ഫലമായിട്ട് in consequence the sorry fact is, sorry എന്ന് പറഞ്ഞാൽ sad fact. അതിന്റെ sad fact എന്താണ്? സാഡ് ആയിട്ടുള്ള സത്യാവസ്ഥ എന്താണ്? വിഷമകരമായ സത്യാവസ്ഥ എന്താണ്? that we arrive here improvise. we arrive here, നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. നമ്മളൊന്ന് ആരേക്കും നമ്മുടെ arrived here എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ഇവിടെ ഭൂമിയിൽ. നമ്മൾ ഈ ഭൂമിയിൽ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ചത്. ഇംപ്രൊവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രിപ്പറേഷൻ, അതായത് ഒരു മുന്നൊരുക്കങ്ങൾ, റിഹേഴ്സൽ ഒന്നുമില്ല. നമ്മൾ നേരത്തെ അറിഞ്ഞ് ചെയ്ത ഒരു കാര്യമല്ല അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ജനിക്കുക, ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിക്കുക എന്നുള്ള ഇംപ്രൊവൈസ്ഡ് ആണ്. വിത്തൗട്ട് പ്രിപ്പറേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ വന്നിട്ടുള്ളത്. അറൈവ് ഹിയർ, ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. ആൻഡ് ലീവ്, വിട്ടുപോകുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് എ ചാൻസ് ടു പ്രാക്ടീസ്. നമുക്കത് വീണ്ടും പരിശീലിക്കാം അല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം ജീവിച്ചാൽ അന്ന് അതിലേക്ക് തെറ്റുകളൊക്കെ തിരുത്തി ഒന്നും കൂടി ജീവിക്കാം, പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്യാം അല്ലേ. നമ്മൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കാനുള്ളൊക്കെ പ്രാക്ടീസ് പോലെ, ചിത്രം വരയ്ക്കുന്ന പ്രാക്ടീസ് ചെയ്ത പോലെ വീണ്ടും ചെയ്യാൻ പറ്റിയ ഒന്നല്ല ജീവിതം. അതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പൊ അത്രയാണ് ഒരു ഫസ്റ്റ് സ്റ്റാൻസ് പറഞ്ഞത്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. In consequence, the sorry fact is that we arrive here improvise. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നും മുന്നൊരുക്കമില്ലാതെ എത്തി, വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെ ഒന്നും
രണ്ടാമത് സംഭവിക്കുന്നില്ല അല്ലെ. ഈ നിമിഷത്തിൽ നമ്മൾ കാര്യം നടന്ന ഒരു കാര്യം പിന്നെ നടക്കുന്നില്ല, അതേ സാധനം പിന്നെ നടക്കുന്ന വേറെ സമയത്ത് നടക്കുന്ന വേറൊരു കാര്യമാണ്. ജീവിതം രണ്ടാമത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് പോവാം. If there is no one in even if there is no one dumber, if you're the planet's biggest dunes, you can't repeat the class in summer. The course is only offered once. Even if there is no one dumber എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ അല്ലെ, വിത്തൗട്ട് ഇന്റലിജൻസ്, നോട്ട് ഏബിൾ, സംസാരിക്കാൻ പറ്റാത്തവരെ നമ്മൾ ഡംബർ, അല്ലെങ്കിൽ സംസാരിക്കാത്തവർ, ബുദ്ധി ഇല്ലാത്തവർ, നമ്മൾ മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞ പോലെ ഊമയായവർക്കൊക്കെ നമ്മൾ ഡംബ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുക. ഡംബർ. ഈവൻ ഇഫ് there is no one dumber, if you are the planet's biggest dunce. Dunce എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, മൂഡൻ അല്ലെ, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത, പഠിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ ഒന്നും വേറെ ഇല്ലാത്ത മൂഡൻ, സ്റ്റുപ്പിഡ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, സിമ്പിൾ വേർഡ്. അപ്പൊ നിങ്ങളാണ് ഏറ്റവും ഈ പ്ലാനറ്റിലെ, ഈ ഭൂമിയിൽ തന്നെ നമ്മൾ എന്താണ്, ഏറ്റവും മൂഡൻ നിങ്ങളാണ്, ഏറ്റവും ഡംബർ നിങ്ങളാണ് എങ്കിൽ പോലും അല്ലെ, യു ക്യാൻ റിപ്പീറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്യാൻ, വീണ്ടും ചെയ്യാൻ സാധിക്കില്ല. ദ ക്ലാസ് ഇൻ സമ്മർ. നമ്മളിപ്പോ സാധാരണ നമ്മൾ സമയം പഠിച്ച ഒരു സാധനം വീട്ടിൽ നമുക്ക് സമ്മർ നമ്മൾ വെക്കേഷൻ ക്ലാസ് ഒക്കെ പോലെ എന്ന് പറയുന്നത് നമ്മള് സമ്മറിൽ വീണ്ടും എല്ലാം കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടില്ല. എന്ത്? ഈ കോഴ്സ്. ഏത് കോഴ്സാണ്? ജീവിതം എന്ന് പറയുന്ന കോഴ്സ്, ഈ ലൈഫ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതാണ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ കോഴ്സ് എത്ര പ്രാവശ്യമേ ഉള്ളൂ? ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. നിങ്ങളൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോയി, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കാൻ പോയി, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ പഠിക്കാൻ പോയി, നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കോഴ്സ് പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ കോഴ്സ് എന്തേ ഉള്ളൂ, ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യുന്നുള്ളൂ. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ കോഴ്സ് നമുക്ക് ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റും, ഓഫർ ചെയ്തുള്ളൂ. ഏത് കോഴ്സ്? ലൈഫ് എന്ന് പറഞ്ഞ കോഴ്സ് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ഒരു പ്രാവശ്യം ഓഫർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വി വിൽ ഗോ ടു ദ സ്റ്റാൻസ 3. No day copies yesterday. No two nights will teach what bliss is in precisely the same way, with precisely the same kisses. No day copies yesterday. ഒരു ദിവസവും ഇന്നലത്തേനെ കോപ്പി ചെയ്തില്ല. ഇന്നലത്തെ ദിവസം അല്ല ഇന്നല്ലേ, ഇന്നലത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഇന്നൊക്കെ ഉണ്ടാവും. ഇന്നലെ നടന്ന കാര്യങ്ങളല്ല ഇന്ന് നടക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞെങ്കിലും പോയി, വീണ്ടും പുതിയ ദിവസം. ഓരോ ദിവസവും എന്താണ്? നോ ഡേ കോപ്പി ടെസ്റ്റ്. ഒരു ദിവസവും ഇന്നലെ കോപ്പി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ടായെങ്കിൽ ഇന്ന് പുതിയ ദിവസമാണ്, നാളെ വീണ്ടും പുതിയ ദിവസം, ഓരോ ദിവസം പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് ദാറ്റ് ബ്ലിസ് ഈസ്. 2 രാത്രികൾ എന്ത് പഠിപ്പിക്കില്ല? ഒരേ സന്തോഷം. ഒരു ദിവസമുള്ള സന്തോഷം വേറെ ദിവസം ഉണ്ടാവില്ല. ബ്ലിസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ന്യൂ വേർഡാണ്. ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു ഹാപ്പിനെസ്, ഏറ്റവും കൂടിയ സന്തോഷത്തിലെ നിർവൃതി എന്നൊക്കെ പറയുന്ന പോലെ അതിയായ സന്തോഷം എന്നൊക്കെ പറയുന്ന അതാണ് ബ്ലിസ്. അപ്പൊ ഒരു ദിവസം കിട്ടിയ ബ്ലിസ് നമുക്ക് അടുത്ത ദിവസം കിട്ടുന്നില്ല. ഇൻ പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി, കൃത്യമായി, ദ സെയിം വേ, അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയ സന്തോഷം അടുത്ത ദിവസം കിട്ടുന്നില്ല. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്സസ്. ഒരേ കിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്നേഹപ്രകടനം അല്ലെ, നമുക്കൊരു കിസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിസ് കൊടുത്തു, ആ ഒരു പ്രാവശ്യം കിട്ടുന്ന കിസിന്റെ അതേ സുഖവും രസവും നമുക്ക് കിട്ടില്ല. എന്ത് ചെയ്യില്ല, അടുത്ത പ്രാവശ്യം ആ സന്തോഷം കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്ര പോലെ ഓരോന്നും വേറെയാണെന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റാൻസ 4. One day perhaps some idle tongue mentions your name by accident. I feel as if I rose were flung into the room all hue and scent. ഇവിടെ എന്താ പറയുന്നത്? വൺ ഡേ, ഒരു ദിവസം, പെർഹാപ്സ് ഒരു പക്ഷേ സം ഐഡിൽ ടങ്. ഐഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ മടിയനെയും നമുക്ക് ഐഡിയൽ എന്ന് പറയാം അല്ലെ, ലേസിക്ക് ഐഡിയൽ എന്ന് പറയാം. അതേപോലെ തന്നെ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനും ഐഡിയൽ എന്ന് പറയാം അല്ലെ. ഐഡിൽ ടങ്, ഒന്നും ഇല്ലാതിരുന്ന ആക്കുന്ന, ഇതുവരെ ഒന്നും മിണ്ടാതിരുന്ന അല്ലെ പറയാതിരുന്ന ഒരാളിൽ നിന്ന് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡന്റ്, നിങ്ങളുടെ പേര് വിളിക്കുകയാണ്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആകസ്മികമായി, നമുക്കറിയാലോ, ആകസ്മിക, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാള് നമ്മുടെ പേര് വിളിക്കുകയാണെങ്കിൽ, ഐ ഫീൽ ആസ് ഇഫ് ഐ റോസ് വേർ ഫ്ലങ്. എനിക്ക് എന്തുപോലെ തോന്നും? റോസ് എറിഞ്ഞതുപോലെ തോന്നും. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോസ് എന്ത് ചെയ്ത പോലെ? ഫ്ലങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രോൺ, വലിച്ചെറിയ.
റോസ് വലിച്ചെറിഞ്ഞതുപോലെ നമുക്ക് തോന്നും. ഹ്യൂസ് നമ്മൾ പഠിച്ച വേർഡാണ് നേരത്തെ അല്ലേ? ഹ്യൂസ് എന്ന് പറഞ്ഞാൽ കളർ. സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നല്ല പ്ലസന്റ് സ്മെൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ബൈ ആക്സിഡന്റ് പ്രതീക്ഷിക്കാതെ ആകസ്മികമായിട്ട് ഒരാളുടെ വായിൽ നിന്ന് ഒരു ഐഡിൽ ടങ് പറയാതിരുന്ന വായിക്കാതിരുന്ന വിളിക്കാതിരുന്ന ഒരാളിൽ നിന്നും എന്റെ പേര് കേൾക്കാൻ എനിക്ക് എന്ത് തോന്നും? റോസസ് എറിഞ്ഞതുപോലെ എങ്ങോട്ട്? റൂമിലേക്ക്. നല്ല സ്മെല്ലുള്ള നല്ല നിറമുള്ള പൂക്കൾ റോസുകൾ എറിഞ്ഞതുപോലെ എനിക്ക് തോന്നും എന്നാണ് പറയുന്നത്. അപ്പൊ ജീവിതത്തിലെ ഒരു പ്രത്യേകത പറയാണ്. ഓക്കെ, സ്റ്റാൻസ 5. The next day, though you are here with me, I can't help looking at the clock. A rose, a rose. What could that be? It is a flower or a rock. ഇവിടെ എന്താണ് പോയിട്ട് പറയുന്നത്? The next day, അടുത്ത ദിവസം. Though you are here with me, നീ എന്റെ കൂടെ ഇവിടെ ഉണ്ടെങ്കിലും I can't help looking at the clock. എനിക്ക് എന്ത് പറ്റില്ല? ക്ലോക്കിലേക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തായിരിക്കും കാരണം? ചിലപ്പം സമയം ഓരോ ക്ലോക്കിലേക്ക് പുതിയ സമയം അല്ലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. എന്താന്നുള്ള വിശദീകരണം എന്ന് പറയില്ല. നമുക്ക് നമ്മുടേതായ രീതി നമുക്ക് വിശദീകരണം കൊടുക്കാം. ഒരുപക്ഷെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാണ് അല്ലെ? വീണ്ടും ഒരു ദിവസം വീണ്ടും ഉണ്ടാവുന്നില്ല. നത്തിങ് ടോയ്സ് എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലെ സമയം ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ആ സമയം പോയി, പുതിയ സമയം വന്നു വന്നുകൊണ്ടേ ഇരിക്കുന്ന തോന്നുന്നുണ്ടാവും. അദ്ദേഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്നുണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. എറോസ് വാട്ട് കുഡ് ദാറ്റ് ബി? റോസോ? അതെന്താണ്? എങ്ങനെയാണ്? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? അത് പൂവാണോ കല്ലാണോ? അന്നേരം എനിക്ക് നേരത്തെ എനിക്ക് പൂവെന്ന് തോന്നിയത് പിന്നീട് എന്താണ് തോന്നാം? കല്ലായിട്ട് തോന്നാം അല്ലേ? അപ്പൊ നമുക്ക് ഓരോ സമയത്ത് നമുക്ക് ഓരോ തോന്നലുകളാണ്, ഓരോന്ന് രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം അതിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവുക. സ്റ്റാൻസ 6 പോവാം. Why do we treat the fleeting day with so much needless fear and sorrow? It's in its nature not to stay. Today is always gone tomorrow. ഇവിടെ വേർഡിലെ ഫ്ലീറ്റിംഗ് ആണ് അല്ലെ? ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറഞ്ഞ സമയത്തിന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യം വേഗത്തിൽ ചെയ്യുക അല്ലെ? ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം എന്ന് പറയാം. ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം. Why do we treat the fleeting day? കുറഞ്ഞ സമയത്ത് പോകുന്ന ആ ദിവസത്തിനെ നമ്മൾ എന്തുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെ അല്ലേ? വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോ. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെ? നീഡ്ലെസ് ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയും സോറോ വിഷമവും ഒക്കെ ആയിട്ട് ആവശ്യമില്ലാത്ത അല്ലെ? നീഡ്ലെസ് എന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത നീഡ്ലെസ് ഫിയറും ആവശ്യമില്ലാത്ത പേടിയും ആവശ്യമില്ലാത്ത വിഷമവും ഒക്കെ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ദിവസത്തിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെയല്ല പെട്ടെന്ന് പോകുന്ന വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ക്ഷണികമായിട്ട് കടന്നു പോകുന്ന ദിവസത്തിനെ നമ്മൾ ആവശ്യമില്ലാത്ത പേടിയും വിഷമവും കൊണ്ട് എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത്? അങ്ങനെ കണക്കാക്കുന്നത് എന്തിനാണ്? It's in its nature not to stay. നേച്ചർ തന്നെ പ്രകൃതം. അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. നോട്ട് സ്റ്റേ, നിൽക്കില്ല. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഇന്നുകൾ എന്താണ്? നാളെ പോവാനുള്ള, നാളെ കൊണ്ടേയിരിക്കാനുള്ള. നാളെ നമ്മൾ നോക്കുമ്പോ ഇന്ന് പോയിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ കുറിച്ച് പറയുമ്പോ ഇന്ന് പോയതാണ്. അതേപോലെ നാളെ നമ്മൾ നോക്കുമ്പോ ഇന്ന് പോയി. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള അതിന്റെ നേച്ചറാണ്, അതിന്റെ പ്രകൃതമാണ്. അപ്പം ഓരോ ദിവസവും എന്ത് ചെയ്യാണ്? പോയിക്കൊണ്ടേയിരിക്കുകയാണ്, കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ ക്ഷണികമായിട്ട് വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒന്നാണ്. അതിന് എന്തിനാണ് നമ്മൾ ഇത്ര പേടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് 7th സ്റ്റാൻസ. With smiles and kisses, we prefer to seek a chord beneath our star. Although we are different, we conquer, just as 2 drops of water are. Okay. With smiles and kisses. സ്മൈലും കിസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലവും അഫക്ഷനും എന്ന് പറയാം നമുക്കല്ലേ? സ്മൈൽ, നമ്മൾ ഒരാളെ പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുക, അതാണ് സ്മൈൽ. ചിരിക്കുക അല്ലെ? ഒരാളെ സ്നേഹം പ്രകടിപ്പിക്കുക. കിസ്സസ് നമ്മുടെ വാത്സല്യം കാണിക്കാം, സ്നേഹം കാണിക്കാം. അപ്പൊ അതിനാണ് അദ്ദേഹം സ്മൈൽസ് ആൻഡ് കിസ്സസ് എന്നുള്ള വേർഡ് കൊണ്ട് ഒന്നിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? അല്ലാതെ ചിരികളും ഉമ്മകളും എന്നല്ല. ചിരികളും ഉമ്മകളും എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലവ് ആൻഡ് അഫെക്ഷൻ ഒക്കെ പറയാം. അതിന് വെച്ച വേർഡ്സ് ആണ്. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ്
വി പ്രിഫർ, നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ പരിഗണന കൊടുക്കുന്നത്? ടു സീക്ക് എക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ. എക്കോർഡ് എന്ന് പറഞ്ഞ ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തോട് യോജിക്കുക അല്ലെ, യോജിക്കുന്നത്. എന്താണ് യോജിക്കുക? ബിനീത്, ബിനീത് പറഞ്ഞാൽ താഴെ. എന്തിനു താഴെ? അവർ സ്റ്റാർ, നമ്മുടെ സ്റ്റാർ, നമ്മുടെ നക്ഷത്രം ഏതാ? സൂര്യനാണ് അല്ലെ. നമ്മുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, സൂര്യനെ ചുറ്റിട്ടാണ് നമ്മൾ ഭൂമി. അപ്പൊ നമ്മുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യന്റെ താഴെ നമ്മൾ എന്ത് പറയാ? ടു സീക്ക് എക്കോർഡ്, നമ്മൾ എന്തുമായിട്ട് എഗ്രിമെന്റ് ചെയ്യുന്നു? നമ്മളെ പ്രിഫർ ടു സീക്ക് എക്കോർഡ് ബിനീത് അവർ സ്റ്റാർ ഓൾഡോ വി ആർ ഡിഫറെന്റ്. നമ്മള് ഡിഫറെന്റ് ആയിട്ട്, നമ്മൾ വേറെ ആയിട്ടും ബ്രാക്കറ്റിൽ എന്ത് പറയുന്നത്? വി കോൺകോർ. കോൺകോർ നമ്മൾ സമ്മതിക്കുന്നു, യോജിക്കും. അഗ്രി എന്നുള്ള വേർഡിന് വേറെ വേർഡാണ് യോജിക്കുന്നത് അല്ലെ. ഓക്കെ. ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ, 2 തുള്ളി വെള്ളത്തെ പോലെ. ഇപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്, നമ്മുടെ സ്നേഹവാത്സല്യം കൊണ്ട് വി പ്രിഫർ ടു സീക്ക് എക്കോർഡ്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സമ്മതിക്കുന്നുണ്ട്, അനുരഞ്ജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തൊരുമ ഉണ്ടാക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ നമ്മുടെ സൂര്യന്റെ താഴെ നമ്മൾ എന്ത് ഒത്തൊരുമ ഉണ്ടാക്കുന്നത്? നമ്മുടെ സ്നേഹവും വാത്സല്യവും എല്ലാം കൊണ്ട് നമ്മളൊരു ഒത്തൊരുമ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? ഓൾഡോ വി ആർ ഡിഫറെന്റ്, എങ്ങനെയായാലും നമ്മൾ വ്യത്യസ്തരായിരുന്നാലും ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആർ, 2 തുള്ളി വെള്ളം, 2 തുള്ളി വെള്ളം നമുക്ക് ഒരുപോലെയാണ് തോന്നും. പക്ഷെ 2 തുള്ളി 2 മാതിരിയല്ലേ? ഒരു തുള്ളി വീഴും അതേ ഷേപ്പ് ആയിരിക്കില്ല വേറെ തുള്ളിക്ക്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. വളരെ മൈന്യൂട്ടായിട്ട് എന്ന് പറയുന്ന പോലെയാണ് മനുഷ്യന്മാരെന്നാണ്. നമ്മളൊക്കെ വ്യത്യസ്തരാണ്, എങ്കിലും 2 വെള്ളത്തുള്ളികളെ പോലെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഈ സൂര്യന്റെ താഴെ നിൽക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളൊരു അതാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പോയമില് 7 സ്റ്റാൻസിയാണുള്ളത്. നമ്മളതിൽ കുറച്ച് പോയറ്റിക് ഡിബേറ്റ്സുകൾ പഠിക്കാനുണ്ട്, അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ നല്ലപോലെ കേൾക്കുക, റിപ്പീറ്റ് ആയിട്ട് വേണമെങ്കിൽ കേൾക്കുക, ന്യൂ വേർഡ്സ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കുക. സ്ഥിരമായിട്ട് പറഞ്ഞ പോലെ എൻ്റെ സ്പെല്ലിങ്ങും അർത്ഥവും പഠിക്കുക. ഇപ്പോൾ 9ാം ക്ലാസ്സിലെത്തി, നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒക്കെ പിന്നെ മീനിങ് എടുത്ത് ഇംഗ്ലീഷിൽ തന്നെ മീനിങ്ങളൊക്കെ പഠിച്ചു പോകാൻ ചെറിയ വേർഡ്സ് പഠിക്കുക. വീഡിയോ എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.